മാംഗല്യം. രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ. മനസ്സിൽ തോന്നിയ എന്തൊക്കെയോ പിന്നെയും വീണ്ടും ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയതും മണിക്കുട്ടിയെ വായിൽ തോന്നുന്നത് പറഞ്ഞുകൊണ്ട് തന്നെ ഹരി അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് വാതിൽ തന്നെ നിൽക്കുന്ന ആൽബിയെ അവൻ കാണുന്നത്. ചാടിത്തുള്ളി പോയവനിതുവരെ അകത്തേക്ക് കയറിയില്ലേ? ആ ഒരു ചിന്തയോടെ അടുത്തേക്ക് ചെന്നവൻ ആൽബിയെ തോളിൽ തട്ടി. നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അകത്തേക്ക് കയറുന്നില്ലേ? അവൻ ചോദിച്ചതും ആൽബി പുഞ്ചിരിച്ചുകൊണ്ട് ഹരിയെ മുന്നിലേക്ക് കൈ കാണിച്ചു. വെറുതെ ഒരു നോട്ടം പോലെ നോക്കിയവൻ മുന്നിൽ കാണുന്ന കാഴ്ചയിൽ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ടേബിളിന് പുറത്ത് മോളിരിപ്പുണ്ട്. കസേരയിൽ അച്ഛനും. തൊട്ടടുത്തിരിക്കുന്നവള് അവര് രണ്ടുപേർക്കും ഒരുപോലെ വാരിക്കൊടുക്കുകയാണ്. അതിന്റെ ചെറുതല്ലാത്തൊരു ബഹളം അവിടെ കേൾക്കാം. മനോഹരമായൊരു പുഞ്ചിരിയോടെ അവരെ നോക്കി നിൽക്കുന്നവനെ ആൽബി സൂക്ഷിച്ചൊന്ന് നോക്കി. നല്ല കൊച്ച അവള്, അല്ലേ ഹരി? ആരുടെ ജാതകത്തിലെ ഭാഗ്യമാണോ എന്തോ. അല്ല, അവൻ ആരായാലും ഭാഗ്യം ചെയ്തവനായിരിക്കും. ആര്? എവിടെയോ നോക്കി വിഷാദഭാവത്തിൽ പറയുന്നവരോട് ഹരി പെട്ടെന്ന് കണ്ണും ചുരുക്കി ചോദിച്ചു. അല്ലടാ, ഇവളുടെ പഠിത്തം കഴിഞ്ഞ് നീ അവളെ വേറെ കെട്ടിച്ചു വിടുമല്ലോ. അപ്പൊ പിന്നെ ഇവളെന്ന ഭാഗ്യം അവന്റെ ജാതകത്തിലായിരിക്കില്ലേ? ഹാ, അവന്റെ ഭാഗ്യം ഓർത്ത് ഞാൻ പറഞ്ഞു പോയതാണ്. ഹാ, നിനക്കൊക്കെ പിന്നെ കയ്യിൽ കൊണ്ടുവച്ചിട്ടും വേണ്ട. എന്താ അല്ലേ? എങ്ങുമില്ലാതെ പറഞ്ഞുകൊണ്ട് ആൽബി അകത്തേക്ക് നടന്നതും ഹരി അവൻ പോയ വഴിയും നോക്കി കണ്ണും മിഴിച്ചു നിന്നു. ഇത് കൊള്ളാലോടി. ഇന്നലെ വരെ കുഞ്ഞിന് മാത്രം വാരിക്കൊടുത്താൽ മതിയായിരുന്നു. ഇന്നിപ്പോ അമ്മായിയപ്പനും വാരിക്കൊടുക്കണോ? ഇത് ഈ വീട്ടിൽ മാത്രം കാണുന്ന ആചാരമാണോ? അരികിൽ കിടക്കുന്ന കസേരയിലേക്ക് ഇരുന്നുകൊണ്ട് ആൽബി അങ്ങനെ ചോദിച്ചതും മാഷ് അവൻ കണ്ടല്ലോ എന്ന രീതിയിൽ ചെറുതായി ചമ്മിയൊന്ന് കണ്ണു കുനിച്ചു. അതൊക്കെ പറയാം, പക്ഷെ അതിനു മുന്നേ രാഷ്ട്രീയക്കാരൻ രാവിലെ തന്നെ എന്താ ഇവിടെ? ആഹാ, പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടാൽ അവരവിടെ സുഖമായിട്ടാണോ ഇരിക്കുന്നത്, ജീവിക്കുന്നത് എന്നൊക്കെ നോക്കേണ്ടത് ഒരാങ്ങളയുടെ കടമയാണ്. ആ ഇൻസ്പെക്ഷൻ ഇറങ്ങിയതാണ് ഞാൻ. ഓ, അങ്ങനെ. ആ, അങ്ങനെ തന്നെ. അവൻ ചിരിച്ചും കൊണ്ട് അവളുടെ തലയൊന്ന് മേടി. രാഷ്ട്രീയക്കാരാ? എടി എടി കുറുമ്പി. വേണ്ട ആൽബിച്ച, അവളുടെ ദേഹം മുഴുവനും സാമ്പാറാണ്. എടുക്കല്ലേ, വെള്ളയിൽ മുഴുവനും പെണ്ണ് കറയാക്കും. ആൽബിയെ നോക്കി ചിരിച്ചുകൊണ്ട് അവള് കുഞ്ഞിനെ വലിച്ചെടുത്തു. ഇരിച്ചേ രാഷ്ട്രീയക്കാരാ, നാ ഇപ്പൊ വരാം. അവളുടെ തോളിലിരുന്നു കൊണ്ട് പെണ്ണ് പറഞ്ഞു. മുത്തശ്ശ, കൈ അനച്ചില്ലും. ഷൂ ഷീ ഷൂ. ഓക്കേ. പെണ്ണിന്റെ വിളിച്ചു പറയൽ കേട്ടതും അരികിലിരുന്ന ആൽബിയും അവരെ നോക്കിക്കൊണ്ടുവന്ന ഹരിയും ഒരുപോലെ കൈമളിനെ നോക്കി. എന്താ അച്ഛാ? വെപ്രാളത്തോടെ ഹരി അയാളുടെ വലത് കൈയിലേക്ക് നോക്കി. ഒന്നുമില്ല മോനെ, കൈക്ക് ചെറിയൊരു വേദനയുണ്ട്. ദോശ മുറിക്കാൻ നോക്കിയപ്പോൾ ഒന്ന് വേദനിച്ചു. പെണ്ണങ്ങോട്ട് തുടങ്ങിയില്ലേ, കുഞ്ഞിപ്പെണ്ണത് അങ്ങോട്ട് ഏറ്റുപിടിക്കാനും. പിന്നെ ഞാനും കരുതി എന്നും സ്വന്തം കൈകൊണ്ടല്ലേ കഴിക്കുന്നത്, എന്നാൽ പിന്നെ ഇന്ന് മോളുടെ കൈകൊണ്ടാവട്ടെ എന്ന്. അതുകൊണ്ട് അവൾ എനിക്ക് വാരിത്തന്നു. അച്ഛൻ പോയി റെഡിയാവ്, നമുക്ക് പോകാം. ഹരി അത് പറഞ്ഞതും ഇത്തവണ മാഷ് എതിരൊന്നും പറയാതെ എഴുന്നേറ്റ് പോയി. കൈമളേന് ശരിക്കും വയ്യ എന്ന് തോന്നല്ലോ ഹരി. നിങ്ങൾ രണ്ടുപേരും കഥ പറഞ്ഞു നിൽക്കുവാണോ? അച്ഛൻ വരുമ്പോഴേക്കും പോകണ്ടേ? വേഗം കഴിക്കാൻ നോക്ക്. 2 പ്ലേറ്റ് എടുത്ത് മുന്നിലേക്ക് വെച്ച് അതിലേക്ക് ദോശ എടുത്തിടാൻ പോയതും ഹരി പെട്ടെന്ന് കൈയും കൊണ്ട് വിലക്കി. ഞാൻ അച്ഛനെയും കൊണ്ട് പോയിട്ട് വന്ന് കഴിച്ചോളാം. അപ്പൊ വേറെ കഴിക്കാം. ഇപ്പൊ പൊന്നിന്റെ അച്ഛൻ കഴിച്ചേ, നേരെ ഒരുപാടായി. അവനോട് ഇത്തിരി ചൊടിച്ചുകൊണ്ട് പെണ്ണ് ദോശ എടുത്തു വെക്കാൻ പോയതും അവൻ അവളുടെ കൈത്തണ്ടയിൽ കയറി പിടിച്ചു. വേണ്ടെന്ന് നിന്നോടല്ലേ പറഞ്ഞത്? പെട്ടെന്നുള്ള അവന്റെ ചാട്ടത്തിൽ മണിക്കുട്ടിക്കൊപ്പം ആൽബിയും പേടിച്ചുപോയി. അങ്ങനെ ഒരു പ്രതികരണം അവനിൽ നിന്ന് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവൾ വിളറി വെളുത്ത പോലെയായി. പ്രത്യേകിച്ച് ആൽബിക്ക് മുന്നിൽ വെച്ചുകൂടി ആയതും അവൾക്കെന്തോ വല്ലാത്തൊരു നാണക്കേട് തോന്നി. പെണ്ണവനെ ഒന്നുകൂടി നോക്കുക പോലും ചെയ്യാതെ അടുക്കളയിലേക്ക് പോയി. നിനക്കിത് എന്തിന്റെ കേടാ ഹരി? അവൾ പാഞ്ഞു പോകുന്ന കണ്ടതും ആൽബി അവന്റെ നേരെ ശബ്ദമുണ്ടാക്കാതെ ചാടി. എടാ, ഞാനത് അച്ഛന് വയ്യെന്ന് കേട്ടപ്പോൾ. നെറ്റിയൊന്ന് ചെറിഞ്ഞുകൊണ്ട് ഹരി ആ കസേരയിലേക്ക് തന്നെ ഇരുന്നു. അതിന് അവളോട് കയറി തുള്ളണമായിരുന്നോ? മനഃപൂർവ്വം അല്ലടാ, പറ്റിപ്പോയി. ഓ, പട്ടിപോയി. എന്തെങ്കിലും ചെയ്തിട്ട് ഈ പട്ടിപോയി എന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ നിനക്ക്. ആൽബിക്ക് മൊത്തത്തിൽ അങ്ങ് പുകയുന്നുണ്ടായിരുന്നു. ഇത്തിരി മുന്നേ വരെ രണ്ടുപേരെയും ഒപ്പം കണ്ടപ്പോൾ മനസ്സിലുണ്ടായ ആഗ്രഹങ്ങളെല്ലാം
ഒറ്റയടിക്ക് നശിച്ച പോലെ ആൽബിക്ക് വല്ലാത്തൊരു സങ്കടവും ദേഷ്യവും തോന്നി. ഞാനിപ്പോ വരാം, അവനോട് പറഞ്ഞുകൊണ്ട് ഹരി എഴുന്നേറ്റതും, ഇത്രയും വേഗം നീ കഴിച്ചിട്ട് എഴുന്നേറ്റോ ഹരി? കൈമളി ഡ്രസ്സും ചെയ്ത് പുറത്തേക്ക് ഇറങ്ങും വരി ചോദിച്ചു. ആ, കഴിച്ചു. അടുക്കള വാതിലേക്ക് നോക്കിയവൻ പെട്ടെന്ന് കയറി പറഞ്ഞു. എങ്കിലിറങ്ങാം. ആൽബി, നീ വരുന്നുണ്ടോ മോനെ? ആ, വരുന്നുണ്ട്. ഹരിയെ നോക്കാതെ മാഷിനെ മാത്രം നോക്കി പറഞ്ഞുകൊണ്ട് ആൽബി എഴുന്നേറ്റു. നീ പോയി കാർ എടുത്തിട്ട്, ഞാൻ കൊച്ചിനോടൊന്ന് പറഞ്ഞിട്ട് വരാം. പോകാനിറങ്ങുമ്പോൾ അവളും മോളും വരുമ്പോൾ ഒരു സോറി പറയണമെന്ന് കരുതിയിരുന്ന ഹരിയുടെ സകല പ്രതീക്ഷകളെയും നശിപ്പിച്ചുകൊണ്ട് അവനെ പുറത്തേക്ക് പറഞ്ഞുവിട്ട് കൈമൾ അടുക്കളയിലേക്ക് കയറിപ്പോയി. ഹരി ഒന്നും പറയാനില്ലാത്ത പോലെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. വാതിലെത്തി തിരിഞ്ഞു നോക്കുമ്പോഴും അവരെ കാണാതെ അവന് ദേഷ്യം വന്നു. അല്ലെങ്കിലും എവിടെ പോകുമ്പോൾ യാത്രയയക്കാൻ വന്ന് നിൽക്കുന്നവളാണ്. ഇന്നിപ്പോ ഞാൻ ഇത്തിരി ദേഷ്യപ്പെട്ടപ്പോൾ അവർക്ക് യാത്രയും പറയണ്ട, ഒന്നും പറയണ്ട. അവൻ വല്ലാതെ അസ്വസ്ഥനായ പോലെ പിന്നെയും അടുക്കള ഭാഗത്തേക്ക് തിരിഞ്ഞു തിരിഞ്ഞു നോക്കി. കഴിഞ്ഞ ആഴ്ച ഈ കൈയിൽ പ്ലാസ്റ്റർ ഇട്ടിരുന്നതാണല്ലോ. കൈമളുടെ കൈ പരിശോധിക്കുന്നതിനിടയിൽ ഓർത്തോ ഹരിയെയും ആൽബിയെയും നോക്കിയാണ് ചോദിച്ചത്. ഹരി ഒന്ന് അമർത്തി മൂളി. പിന്നെന്തിനാ അത് അറുത്ത് കളഞ്ഞത്? ഹോസ്പിറ്റലിൽ വന്നാൽ ഈ ഒരു ചോദ്യം ഉണ്ടാകുമെന്ന് ഭയന്നാണ് വേദന ഉണ്ടായിട്ടും ഹരിയോട് ഇതുവരെ പറയാതിരുന്നത്. അത് ഡോക്ടറെ, അതൊരു ഹെയർലൈൻ ഫ്രാക്ചർ ആയിരുന്നു. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ കൈയുടെ വേദനയൊക്കെ മാറി അതങ്ങ് മാറ്റുമായിരുന്നു. ഹരിയെ കൊണ്ട് സംസാരിപ്പിച്ചാൽ അവന്റെ ദേഷ്യത്തിന് എന്താകും അവൻ കയറി പറയുക എന്നറിയാത്തതുകൊണ്ട് ആൽബിയാണ് പെട്ടെന്ന് കയറി മറുപടി കൊടുത്തത്. എത്ര വേദന മാറിയെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് ഒരാഴ്ചയെങ്കിലും കിടന്നിരുന്നെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് സ്ട്രെയിൻ വരില്ലായിരുന്നു. ഇത്തിരി മുഷിവോടെ ഡോക്ടർ കൈമളിനെ ഒന്ന് നോക്കി. പ്രായമാകുമ്പോൾ ഇതൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ ഇത്തിരി സമയം കൊടുത്തേ പറ്റൂ. അതല്ലാതെ പെയിൻ കില്ലറും കഴിച്ചിട്ട് വേദന മാറിയെന്ന് പറഞ്ഞ് ഊരിക്കളയുകയല്ല വേണ്ടത്. ഇനി ഇതും കൂടി ഊരിക്കളഞ്ഞാൽ. ഡോക്ടർ നല്ലോണം ഭീഷണിയിൽ ആ മുഖത്തേക്കൊന്ന് നോക്കി. അച്ഛൻ അതിനെ ഊനി മാറ്റാതെ ഞാൻ നോക്കിക്കോളാം ഡോക്ടർ. വലിഞ്ഞു മുറുകിയ മുഖവുമായി ഹരിയുടെ മറുപടി കേട്ടതും ആൽബി നോക്കിയത് കൈമളിനെയാണ്. നീ തീർന്നടാ മോനെ, തീർന്നു. അവന്റെ നോട്ടത്തിലെ അർത്ഥം മനസ്സിലായ പോലെ കൈമളുടെ നോട്ടവും ദയനീയമായി. അവിടെ നിന്നിറങ്ങി മരുന്നും വാങ്ങിച്ച് കാറിലേക്ക് നടക്കുമ്പോഴും ആരും ഒരു വാക്കുപോലും മിണ്ടിയില്ല. ഹരി, അച്ഛൻ എന്നോടിപ്പം മിണ്ടാൻ വരരുത്. എനിക്ക് എന്നെ തന്നെ പിടിക്കാതിരിക്കുകയാണ്. അത് കേട്ടതും മാഷിന്റെ മുഖം മാറി. പക്ഷെ ഒപ്പം നിന്ന ആൽബി അദ്ദേഹത്തിന്റെ തോളിൽ പിടിച്ച് ഒന്ന് കണ്ണു ചിമ്മി. എന്നിട്ട് ആ ചെവിക്കരികിലേക്ക് എത്തി പറയുന്ന കാര്യം കേട്ടതും പോയ സന്തോഷം കൈമളിന്റെ വണ്ടിയും പിടിച്ച് തിരിച്ചു വന്നു. അതെ, ഈ മുഖത്തെ ചിരിക്ക് ഇത്രയും തിളക്കമൊന്നും വേണ്ട. നമ്മുടെ മനസ്സിൽ ഇങ്ങനൊരു പ്ലാൻ ആണെന്ന് അവൻ അറിഞ്ഞാൽ അവൻ അന്ന് ആ പെണ്ണിനെ കൊണ്ടുപോയി അപ്പുറത്ത് നിർത്തും. അത്രയും സന്തോഷത്തോടെ ചിരിച്ച കൈമളുടെ മുഖം മാടാൻ വേറൊന്നും വേണ്ടി വന്നില്ല. ഓ, അതിനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമെന്നും വേണ്ട. ഓക്കെ ആവും. ആകുമായിരിക്കും അല്ലേ ആൽബി? ആകാതെ പിന്നെ. അവനല്ല, അവന്റെ മൂത്താപ്പ വരെ അവളെ സ്നേഹിക്കും. നല്ല കോൺഫിഡൻസോടെ പറഞ്ഞുകൊണ്ട് ആൽബി അദ്ദേഹത്തിന്റെ തോളിൽ കൈ ചുറ്റി നടന്നു. അപ്പോഴേക്കും ഹരിയും മെഡിസിൻ വാങ്ങി എത്തിയിരുന്നു. തിരിച്ചുള്ള യാത്രയിലും ഹരി അച്ഛനോട് മിണ്ടാൻ പോയില്ല. മനസ്സിൽ ആൽബി പറഞ്ഞ പോലെ പല പ്ലാനും പദ്ധതിയും ആയതുകൊണ്ട് തന്നെ അവൻ മിണ്ടാതിരിക്കുന്ന മാഷും ശ്രദ്ധിച്ചില്ല. സാധാരണ ഇതുപോലെ എന്തെങ്കിലും കുരുത്തേര കൊപ്പിച്ച് താൻ മിണ്ടാതിരുന്നാൽ ഇങ്ങോട്ട് വന്ന് മിണ്ടുന്ന അച്ഛന്റെ ഇന്നത്തെ മൗനം ഹരിയെ കുറച്ചൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയത്. അത് പൂർണ്ണമായത് വീട്ടിലെത്തിയതും അവനെ ഒന്ന് നോക്ക പോലും ചെയ്യാതെ ഒറ്റയ്ക്ക് അകത്തേക്ക് കയറിപ്പോകുന്ന മാഷിനെ കണ്ടിട്ടാണ്. അഹങ്കാരം മുഴുവൻ കാണിച്ചിട്ട് ഇപ്പോൾ ഞാൻ എന്തോ ചെയ്ത പോലെയാണല്ലോ പെരുമാറ്റം. ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറാൻ പോകുമ്പോഴാണ് കാണുന്നത് വണ്ടിയുടെ ശബ്ദം കേട്ട് ഓടി വന്നവളെയും കുഞ്ഞിനെയും. നിമിഷങ്ങൾക്കുള്ളിൽ അവന്റെ മനസ്സിൽ രാവിലെ നടന്ന കാര്യങ്ങൾ അത്രയും ഓടിയെത്തി. രാവിലത്തെ പറ്റി അവളോട് എന്തെങ്കിലും സംസാരിക്കാം എന്ന് വെച്ച് അവൻ അടുത്തേക്ക് ചെന്നതും പെണ്ണ് അങ്ങനെ ഒരാളെ അവിടെയില്ല എന്ന രീതിയിൽ മാഷിനെ മെല്ലെ പിടിച്ച് അകത്തേക്ക് നടന്നു. ഒപ്പം തലയിൽ എടുത്തു വെച്ചുകൊണ്ടാണ് അപ്പൂപ്പനെ നടത്തുന്നത് എന്ന ഭാവത്തിൽ കൈയും പിടിച്ചുകൊണ്ട് പോകുന്ന സ്വന്തം മോളെ കൂടി കണ്ടതും ഹരി അങ്ങ് വല്ലാതായി. ഇവളുടെ കണ്ണിലെന്താണ്, കുരുവാണോ? അച്ഛനെ താങ്ങി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒപ്പം പോയ എന്നെ കാണാൻ പറ്റുന്നില്ലേ ആവും. ആകെ ദേഷ്യം വന്ന് പുകഞ്ഞു നിന്നവൻ പല്ലും കടിച്ചു പിടിച്ചുകൊണ്ട് കയ്യിലിരുന്ന മരുന്നുമായി നേരെ മാഷിന്റെ മുറിയിലേക്കാണ് പോയത്. അതവിടെ കൊണ്ടുവച്ച് കാറ്റുപോലെ തന്നെ അവൻ തിരിച്ചു മുറിയിലെത്തിയതും വാതിൽ വലിച്ചടച്ചു.
കാതിലേക്ക് ആഞ്ഞടിക്കുന്ന ശബ്ദത്തിൽ മണിക്കുട്ടിയും മാഷും കുഞ്ഞും ഒരുപോലെ ഞെട്ടിപ്പോയി. അച്ഛന്റെ മോന് പ്രാന്താണോ? രാവിലത്തെ ദേഷ്യം ഇപ്പോഴത്തെ കാട്ടിക്കൂട്ടലും ഒക്കെ കണ്ട് സഹിക്കാൻ വയ്യാതെ മണിക്കുട്ടി അറിയാതെ തന്നെ മാഷിനോട് ചോദിച്ചു പോയി. അരിക്ക് പാന്താണോ മുത്തശ്ശ? മണിക്കുട്ടിയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതിരുന്നവൾ അവൾ ചോദിച്ച പോലെ തന്നെ മാഷിനോട് ചോദിക്കാൻ പിന്നെ സെക്കൻഡുകൾ പോലും വേണ്ടി വന്നില്ല. അവൻ കേൾക്കണ്ട. പാന്താണോ ഫുട്ബോൾ ആണോ എന്നൊക്കെ ഉണ്ടല്ലോ, അമ്മയ്ക്കും മോൾക്കും ഒരുമിച്ച് അവനങ്ങ് തെളിയിച്ചു തരും. കാര്യമായി മുത്തശ്ശനോട് ചോദിച്ചിട്ട് കയ്യിലിരുന്ന ഫോണിലേക്ക് നോക്കിയവൾ അത് കേട്ടില്ലെങ്കിലും മണിക്കുട്ടി അത് വ്യക്തമായി കേട്ടു. പിന്നെ ഇനി വരട്ടെ, ഞാൻ വെച്ചിട്ടുണ്ട് അങ്ങേർക്ക്. രാവിലത്തെ ദേഷ്യം തീരാതിരുന്നവൾ മാഷിനെ നോക്കിയൊന്ന് ചവിട്ടി കുലുക്കി നേരെ അടുക്കളയിലേക്കാണ് പോയത്. അവിടെ എത്തി വാർത്തിട്ട ചോറ് പൊരിക്കാൻ വേണ്ടി അടുപ്പിലേക്ക് വെക്കും വഴിയാണ് അവൾ എന്തോ ഓർക്കുന്നത്. പെണ്ണ് ചോറുകൾ അവിടെ വെച്ച് ഓടി വന്ന് മാഷിന്റെ അടുത്തെത്തി. കൈമച്ചാ, ആ അത് പിന്നെ നിങ്ങൾ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ചോദിക്കുമ്പോൾ അവളുടെ മുഖം അയാൾക്ക് നേരെയായിരുന്നെങ്കിലും കണ്ണുകൾ അടച്ചിട്ട ആ വാതിലിന് നേർക്ക് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ചായയും ഒരു വടയും കഴിച്ചു എന്ന് പറയാൻ വന്നയാൾ അവളുടെ നോട്ടത്തെ പിന്തുടർന്ന് അത് ഹരിയുടെ വാതിലാണ് ചെന്ന് നിൽക്കുന്നതെന്ന് കണ്ട സന്തോഷത്തിൽ പെട്ടെന്ന് മുഖം മാറ്റി. അവര് തമ്മിൽ അടുത്തില്ലെങ്കിൽ നമ്മൾ അതിനുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അടുപ്പിച്ചിരിക്കും. അതിന് ഏറ്റവും വലിയ പങ്ക് മാഷിന്റെ ഭാഗത്തു നിന്നാ വരേണ്ടത്. കൂടുതൽ കഷ്ടപ്പെടേണ്ടതും സാഹചര്യം ഒരുക്കേണ്ടതുമെല്ലാം മാഷ് തന്നെയാവണം. അവനെ കൊണ്ട് പെണ്ണിനെ പ്രേമിപ്പിച്ചിട്ടേ ഉള്ളൂ. വന്നേക്കുന്നു വലിയൊരു ത്യാഗി. അവളെ പഠിപ്പിച്ചൊരു നിലയ്ക്കെത്തിയിട്ട് വേറെ കെട്ടിച്ചു വിടും പോലും. കെട്ടിക്കാൻ നിനക്ക് വേറെ ഭാര്യ കൊണ്ട് കെട്ടിക്കടാ. ഇല്ല മോളെ, ഞങ്ങളൊക്കെ ഓരോ ചായ കുടിച്ചിരുന്നു. ഹരി രാവിലെ കഴിച്ചതല്ലേ, അതുകൊണ്ടാകും ഒന്നും കഴിച്ചിട്ടില്ല. പല്ലും കടിച്ചുകൊണ്ട് മുന്നിൽ പോകുന്ന തന്റെ മോനെ നോക്കി ആൽബി ആ നേരം പറഞ്ഞതൊക്കെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അങ്ങനെ ഒരു കള്ളം പറഞ്ഞതും അവളുടെ മുഖം മാറുന്നത് കൗതുകത്തോടെയാണ് മാഷ് നോക്കി നിന്നത്. അപ്പോൾ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.